തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളുടെ വിളി തിരിച്ചറിയാനായിട്ട് പിതാവേ നീ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങൾക്കെപ്പോഴും കൂട്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 57 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. അവൻ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരുവനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണേ. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ശരിക്കും എൻ്റെ ജീവിതത്തിൽ 1-2 കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതുന്നു ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട്. ശരിക്കും ഞാൻ എൻ്റെ MTech ഒക്കെ കഴിഞ്ഞ സമയം ഞാൻ മറ്റൊരു സമുദായത്തിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച സഭയിലേക്ക് വന്നൊരു വ്യക്തിയാണ്. ഞാൻ 2010 മാമോദിസ സ്വീകരിച്ച സഭയിലേക്ക് വരുന്നത്. 2010 ഡിസംബർ മുതൽ ചെറുതായിട്ട് ഇങ്ങനെ ടോക്കൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ 2011-13 കാലഘട്ടത്തിലാണ് ഞാൻ MTech ചെയ്തത്. 2014 മിഡോട് കൂടിയാണ് MTechൻ്റെ തിസിസ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പാസ് ഔട്ടായി ഇറങ്ങുന്നത്. അപ്പോൾ 2010 മുതൽ ചെറുതായിട്ട് ടോക്കൊക്കെ എടുത്ത് വരുന്നു. അപ്പോൾ ആ കൂടെയാണ് MTech ഒക്കെ പഠിച്ച് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തൊക്കെ. അതിനുശേഷം ശരിക്കും ഏത് ജീവിത അന്തസ്സ് തിരഞ്ഞെടുക്കണം, അങ്ങനെ ഒരു ചോദ്യം വന്നു. ഏത് ജീവിത അന്തസ്സ് തിരഞ്ഞെടുക്കണം, എങ്ങോട്ട് പോകണം, എങ്ങനെയൊക്കെയാണ് വേണ്ടത്? ആ സമയത്ത് എൻ്റെ വിവാഹമൊക്കെ ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കർത്താവ് ഈ ഒരു വചനഭാഗം കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു ഭാഗത്തിനകത്ത് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ പോകും വഴി ഒരുവൻ ഈശോയോട് വന്ന് ചോദിച്ചു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. അല്ലേ, നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞിറങ്ങാറുണ്ട്, നീ എവിടെ പോയാലും നിന്നെ ഞാൻ അനുഗമിക്കാം, നിൻ്റെ പുറകെ ഞാൻ വരും, നിന്നെ ഞാൻ അനുഗമിക്കാനായിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ വാഗ്ദാനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട്, അവനോട് പറയുന്നുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുമുണ്ട്, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല. ഞാനപ്പോൾ കർത്താവിനോട് ചോദിച്ചു, ഇത് തമ്മിൽ എന്താ ബന്ധം? ഒരുത്തം വന്ന് നിന്നോട് ചോദിച്ചു, ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ. അതുകൊണ്ട് നീ അവൻ്റെ മുഖത്ത് നോക്കി പറയാണ്, കുറുനരികൾക്ക് മാളമുണ്ട്, ആകാശത്തിലെ പറവയ്ക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ സ്ഥലമില്ല. ഇത് പരസ്പര ബന്ധമില്ലാത്തൊരു ചോദ്യ ഉത്തരവാണല്ലോ. ഒന്നെങ്കിൽ അനുഗമിച്ചോ അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ. നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഈശോ എന്നോട് പറഞ്ഞു, അതിൽ കാര്യമുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം എൻ്റെ കുഞ്ഞെ, ഞാൻ പരിപൂർണ്ണ നഗ്നനായിട്ടാണ് ഭൂമിയിലേക്ക് ജനിച്ചു വീണത്. പരിപൂർണ്ണ നഗ്നനായിട്ട്, ദാരിദ്ര്യത്തിൽ പരമദാരിദ്ര്യനായിട്ടാ ഞാൻ ജനിച്ചു വീണത്. ഞാൻ ജനിച്ചു വീണ സ്ഥലത്ത് നിന്ന് ചെന്നാൽ നിൻ്റെ മുട്ടുവരെ ചെളിക്കാത്ത താഴും. ഈ കാലികളുടെ ഈ വേസ്റ്റ് കൊണ്ടിട്ട് ചെളിക്കാത്ത താഴും. ഒരു അള്ളാണല്ലോ അന്നത്തെ കാലിത്തൊഴുത്ത്. അവിടെ ഈ പശുക്കളുടെ കാലികളുടെ ചാണകവും മൂത്രമൊക്കെ വീണിട്ട് മുട്ടുവരെ ചെളിയാ. ആ ചെളിക്കുണ്ടിനകത്താണ് പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ പുത്രനെ പ്രസവിച്ചിട്ടത്. എന്നിട്ട് കിടത്താനായിട്ട് പുതയ്ക്കാനായിട്ടൊരു തുണിയില്ല, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ അല്ലേ കുറേ പുല്ലെടുത്ത് ഒരു ബെഡ് പോലെ ആക്കിയിട്ട് അതിൻ്റെ പുറത്താണ് യേശുവിനെ കിടത്തിയത്. കാരണം അത്രയ്ക്ക് ദാരിദ്ര്യനായിട്ടാണ് യേശു ജനിച്ചു വീണത്. അത്രയ്ക്ക് ദാരിദ്ര്യനായിട്ട് തന്നെയാണ് ജീവിച്ചത്. അവന് സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല. ഒരമ്മ മാത്രം ഉണ്ടായിരുന്നു. കുരിശിൻ്റെ ചുവട് വരെ അവനെ അനുഗമിച്ച ഒരമ്മ. പിന്നെ അമ്മ നെയ്ത് കൊടുത്ത ഒരു മേലങ്കിയുണ്ട് സ്വന്തമായിട്ട്. വേറെ എന്തുണ്ടായിരുന്നു അവന്? എന്നിട്ട് ഈശോ പറയാണ്, കുറുനരികൾക്ക് മാളം ഉണ്ട്, അതുങ്ങൾക്ക് കയറി കിടക്കാനായിട്ടൊരു മാളമുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് ആകാശമുണ്ട്, എനിക്ക് തല ചായ്ക്കാനായിട്ട് മണ്ണിലൊരു ഇടം പോലും ഇല്ല. ഞാൻ അലഞ്ഞത് ഒരു പരദേശിയായിട്ടാണ് ഞാൻ അലഞ്ഞത്, ഒരു സഞ്ചാരിയായിട്ടാണ് ഞാൻ നടന്നത്. എൻ്റെ കുഞ്ഞെ, എന്നെ അനുഗമിക്കാനായിട്ട് നീ വരുമ്പോൾ ഭൗതികമായിട്ട് നീ ഒന്ന് ആഗ്രഹിക്കരുത്. താക്കീത് തരുക കർത്താവ്. നീ ഭൗതികമായിട്ടൊന്നും ആഗ്രഹിക്കരുത്. നിനക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നും പറഞ്ഞ് നീ എന്നെ അനുഗമിക്കണ്ട. കാരണം ഇതൊന്നും തരാൻ എനിക്കില്ല, ഞാൻ അങ്ങനെയല്ല.
പക്ഷേ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരും. അത് വചനത്തിൻ്റെ വാഗ്ദാനമുണ്ട്. മത്തായി 6:33, നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം നീതി അന്വേഷിക്കും, നിനക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും, പക്ഷെ നീ ഒന്നും ആഗ്രഹിക്കരുത്. അതാണ് ഞാൻ ഇൻഡയറക്റ്റായിട്ട് അവനോട് പറഞ്ഞത്. കുറുനരികൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ സ്ഥലമില്ല. എൻ്റെ പിന്നാലെ വരുവാണെങ്കിൽ നീ ഒന്നും ആഗ്രഹിക്കരുത്. അതൊരു പ്രമാണത്തിൻ്റെ ലംഘനം പോലുമാണ്. ആഗ്രഹിക്കരുത്. അവിടെ ചെന്നാൽ അത് കിട്ടും, പേര് കിട്ടും, പ്രശസ്തി കിട്ടും. നോ എന്നും പറഞ്ഞ് നീ വരണ്ട എൻ്റെ കൂടെ, വന്നിട്ട് കാര്യമില്ല. കാരണം ഞാൻ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ്. അതിനുശേഷം ഒരു വിളിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ദാറ്റ്സ് എ കോൾ ബൈ ജീസസ്. അവൻ വിളിക്കുക, നീ എന്നെ അനുഗമിക്കുക. ഇതിൽ വ്യത്യാസമുണ്ട്. നേരത്തെ ഒരുത്തൻ പറഞ്ഞ അവൻ്റെ ആഗ്രഹമാണ് കർത്താവിനോട് പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ. മറ്റേന്ന് പറഞ്ഞാൽ കർത്താവ് അങ്ങോട്ട് വിളിക്കുക ഒരു വ്യക്തിയെ. അത് ഫുൾ ടൈം ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് കർത്താവ് വിളിച്ചങ്ങോട്ട് വേർതിരിച്ചെടുക്കുക. അയാൾ കർത്താവിനോട് പറയുന്നുണ്ട്, കാരണം ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും, അവൻ പറഞ്ഞു മരിച്ചവർ തങ്ങളുടെ മരിച്ചവർ അടയ്ക്കോട്ടെ, നീ ചെന്ന് ദൈവരാജ്യം പ്രസംഗിക്കാനാണ് പറയുന്നത്. അങ്ങനെ ഒരു വിളിയുണ്ട്. അങ്ങനെ വിളിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് നോക്കും. ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. അവരുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലോ, മക്കളുടെ കാര്യത്തിലോ, ജീവിത പങ്കാളിയുടെ കാര്യത്തിലോ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ, സമ്പത്തിൻ്റെ കാര്യത്തിലോ, ഒന്നിനും, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലോ ഒന്നിനും ഒരു കുറവും വെക്കാതെ കർത്താവ് തീറ്റിപ്പോറ്റും അങ്ങനത്തെ മക്കളെ. അത് വൈദികരാവാം, സിസ്റ്റേഴ്സ് ആവാം, കുടുംബജീവിതം നയിക്കുന്നവരാവാം, ഇനി ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാവാം. അവരെയൊക്കെ ഒത്തിരി ഫുൾ ടൈമേഴ്സിനെ നമ്മൾ കാണാനുണ്ട്. അവരെയൊക്കെ കർത്താവ് അത്ഭുതകരമായിട്ട് നയിക്കുന്ന കാണുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം, ഇത് ദൈവത്തിൻ്റെ വിളി തന്നെയാണോ, ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടോ. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യൂ. അത് കർത്താവ് അത് കൊണ്ട് നടത്തത്തുള്ളൂ. അങ്ങനെ ഒരു വിളി കിട്ടിയില്ലെങ്കിൽ വലിയ പാടാണ് ഇത് മുമ്പോട്ട് പോകാനായിട്ട്. ഈ ആത്മീയ വിളി എന്ന് പറയുന്നത് അത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം. ശരിക്കും ഞാൻ പൂനെയിലൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു കിടുക്കി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ട് ഒരു അച്ഛനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ വൈദികന് മറാഠിയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛന് ആദ്യം ഒരു 18 വയസ്സിലൊക്കെ സെമിനാരി ചേർന്നു. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ നിന്ന് മടുത്തിട്ട് ഇറങ്ങി പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. BBA MBA ഒക്കെ പഠിച്ച് ഒരു ദുബായിൽ ഒരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. 42 വയസ്സ് വരെ അവിടെ വർക്ക് ചെയ്തു. കല്യാണമൊന്നും കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ വീട്ടിൽ ഒത്തിരി പ്രാരാബ്ദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നിറവേറ്റി വീട്ടുകാർക്ക് നല്ല സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തു. 42ാമത്തെ വയസ്സിൽ വീണ്ടും തിരിച്ച് വിളിക്കുകയാണ് കർത്താവ്. 42ാമത്തെ വയസ്സിൽ വൈദികനാകാൻ പോയി. ആയിട്ട് ഞാൻ കാണുമ്പോൾ ഏതാണ്ട് 51 വയസ്സുണ്ട്. ആളന്ന് കൊച്ചച്ഛനാണ്. 1 വയസ്സ് വൈദിക വർഷം 1 വർഷമായിട്ടുള്ളൂ. ശരിക്കും അങ്ങനത്തെ വിളികളുണ്ട്. ചിലരെയൊക്കെ നമുക്കറിയാം. ഈ നമ്മുടെ കുറേ മിഷൻസൊക്കെ ഉണ്ട്. ഇങ്ങനെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു മിഷനൊക്കെ ഉണ്ട്, നമുക്ക് വളരെ പ്രശസ്തമാണ്. അതിലൊക്കെ പ്രവർത്തിക്കുന്നവർ അല്ലേ, അതിൽ ലീഡറായിട്ടൊക്കെ നിൽക്കുക. എനിക്ക് പേഴ്സണലി അറിയാം ആ മനുഷ്യനെ. കാരണം അതൊക്കെ ഇങ്ങനെ ദൈവം ഇങ്ങനെ വിളിച്ച് വേർതിരിച്ചെടുക്കുക അല്ലേ. നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, അവരൊക്കെ കർത്താവ് ഒരു പ്രത്യേക വിളിയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വിളിച്ച് വേർതിരിച്ച് മാറ്റിക്കൊണ്ടുപോകും. അവരുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് നയിക്കും, നടത്തും. അതുപോലെ റീസെൻ്റായിട്ട് ഞാൻ വേറൊരു വൈദികനെ പരിചയപ്പെട്ടു. എന്നുവെച്ചാൽ നാസയിലെ സയൻറ്റിസ്റ്റായിരുന്നു. അതിനുശേഷം ആ വ്യക്തി വൈദികനാകാൻ പോയി. നല്ല നല്ല തീഷ്ണതയുള്ളൊരു വ്യക്തി, നല്ല പ്രാർത്ഥനയുടെ അങ്ങ് നല്ല ഒരു ഇതിൽ നിൽക്കുന്ന, നല്ല ചൈതന്യത്തിൽ, നല്ല ജ്ഞാനമുള്ള ഒരു വൈദികൻ. ശരിക്കും അങ്ങനെ ഒത്തിരി വിളികളുണ്ട്. കുടുംബജീവിതം നയിക്കുന്നവരിൽ നിന്ന് കർത്താവ് അടർത്തിയെടുക്കുന്നു. പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് കർത്താവ് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകുന്നു. അല്ല, എത്രയോ ദൈവവിളികൾ, സന്യസ്ത വിളികളെക്കുറിച്ചൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. കാരണം നല്ല ദൈവവിളികൾ, ലേറ്റ് ഒക്കേഷൻസ്. എൻ്റെ ഒരു ആത്മീയ പിതാവുണ്ട്, CA ഫസ്റ്റ് റാങ്ക് നേടി വന്നതാണ്. അവസാനത്തെ എക്സാം പോലും എഴുതിയില്ല, കല്യാണം വരെ ഉറപ്പിച്ചിരിക്കുക. ആ സമയത്ത് കർത്താവ് വിളിച്ച് കൊണ്ടുപോകുന്നത് തീപ്പൊരി സാധനമാണ്. കാരണം എൻ്റെയൊക്കെ ആദ്യ കുർബാനയും ആദ്യ കുമ്പസാരവും ആ വൈദികൻ്റെ അടുത്തായിരുന്നു. ഹൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ പറയാൻ തുടങ്ങും. നമ്മളൊക്കെ ചങ്കുപൊട്ടിപ്പോവും. അങ്ങനെയൊക്കെ ഒരു ഫുൾ ടൈം വിളിയിലേക്ക് കർത്താവ് വിളിക്കും. അതിനുശേഷം 3ാമത് ഒരു വിളിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. വീണ്ടും എനിക്ക് ഭയങ്കര സംശയം. കാരണം ഇത് ഇവിടെയും പറയാം, ഞാൻ എൻ്റെ വീട്ടുകാരോടൊന്ന് വിട പറഞ്ഞിട്ട് ഒന്ന് അനുഗമിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ വാ അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ ഇവിടെ അവനോട് പറയാണ്, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് അവകാശിയല്ല. ഞാൻ ചോദിച്ചു, കലപ്പയും വിളിയും തമ്മിൽ എന്താ ബന്ധം? യേശു പറയാണ്, എൻ്റെ കുഞ്ഞെ, അവൻ പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ, ആദ്യം ചെന്ന് എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ
നീ അനുവദിക്കണേ. പലരും ഈ ശുശ്രൂഷ ജീവിതം അങ്ങനെ എടുത്തിട്ടുണ്ട്. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഞാൻ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൈമറി ഉത്തരവാദിത്വം, പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ കലപ്പ തള്ളി എൻ്റെ കുടുംബത്തെ പോറ്റേണ്ടവനാണ്. കലപ്പ എന്ന് വെച്ചാൽ ജീവിത വരുമാന മാർഗ്ഗമാണ്. ഞാൻ തൊഴിലെടുത്ത് എൻ്റെ കുടുംബത്തെ പോറ്റേണ്ടവനാണ്. അതിനാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതിനാണ് എനിക്ക് കുഞ്ഞുങ്ങൾ. ശരിയാണല്ലോ. ഞാൻ തൊഴിൽ ചെയ്യണം, ഞാൻ അധ്വാനിക്കണം. അധ്വാനിക്കാൻ പറ്റത്തില്ലെങ്കിൽ അല്ലേ, ഞാനൊരു അപ്പനാണ്, 3 പിള്ളേരുടെ അപ്പനാണ്. അപ്പൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലെ അപ്പമായി മാറേണ്ടവനല്ലേ. ഒരു കുടുംബത്തിനൊരു അപ്പമായിട്ട് എനിക്ക് മാറാൻ പറ്റണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അപ്പനാകുന്നത്? അധ്വാനിക്കാൻ എനിക്ക് പറ്റണം. എന്നിട്ട് ഈ ഉത്തരവാദിത്തങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൻ്റെ റോള് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ജീവിത പങ്കാളി, ഭർത്താവ് എന്ന റോള് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മകൻ എന്ന റോള് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഉത്തരവാദിത്തത്തിൽ നിന്നെല്ലാം വഴുതി മാറിയിട്ട് എസ്കേപ്പിസമാണ്. നേരെ കർത്താവിൻ്റെ എന്ന് പറയാം, ഞാൻ അവരോടൊക്കെ യാത്ര പറഞ്ഞു, എനിക്ക് ഓക്കെ, എല്ലാം ഓക്കെ. കർത്താവ് കാലും മടക്കി തൊഴിക്കും. കാരണം അങ്ങനെ ഒരു യേശുവിനെ അല്ല നമ്മളൊക്കെ കാണേണ്ടത്. അവൻ്റെ മുഖത്ത് നോക്കി പറയാം, കലപ്പയെ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവന് സ്വർഗരാജ്യത്തെ അവകാശിയല്ല, പൊയ്ക്കോളാൻ പറയുക. നീ അവിടെ ചെന്ന് ആദ്യം കലപ്പ തള്ളു, ആദ്യം നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്ക്. എന്നിട്ട് കർത്താവിനോട് പറയുക, എൻ്റെ കുഞ്ഞേ, നീ സഹിക്കുന്ന സഹനങ്ങളൊന്നും എല്ലാം ഞാൻ അനുവദിക്കുന്നൊന്നും അല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മളും പെടാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം ഇദ്ദേഹം അനുവദിക്കുന്നതാണ്, അതുകൊണ്ട് ഇതെല്ലാം അങ്ങോട്ട് ടേക്കപ്പ് ചെയ്താൽ മതി എന്നൊക്കെ ഒരു ചിന്തയിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ആത്മീയമായിട്ടൊന്ന് വളർന്നു തുടങ്ങുന്ന ഒരു സമയത്തൊക്കെയാണ് കർത്താവ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നത്. ഈശോ എന്നിട്ട് പറയുക, നിൻ്റെ സഹനങ്ങളെല്ലാം ഞാൻ അനുവദിക്കുന്നതല്ല. നിനക്ക് വേണേൽ 2 രീതിക്ക് പോവാം. നിനക്ക് 2 രീതിക്ക് നിനക്ക് പോവാം. ഒന്നെങ്കിൽ നിൻ്റെ ഇഷ്ടത്തിന് നിനക്ക് എന്തും ചെയ്യാം, നിനക്ക് എന്ത് വേണേൽ കാണിക്കാം. വചനം പങ്കുവെക്കണോ, കൗൺസിലിംഗ് ചെയ്യണോ, ഗാന ശുശ്രൂഷ, എന്ത് വേണേൽ നീ ചെയ്തോ, ആതുര സേവനം ചെയ്യണോ, എന്ത് വേണേൽ ചെയ്തോ. പക്ഷെ അവസാനം നീ വരുമ്പോൾ നീ പെടും. കാരണം നീ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ ഇഷ്ടമാണ്. ഇനി നിനക്ക് വേറൊരു റൂട്ടുണ്ട്. നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും, എന്നിട്ട് എന്നോട് ഈശോ പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന അങ്ങോട്ട് നീ നിർത്താൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാ കുഴപ്പം? നിൻ്റെ പ്രാർത്ഥന ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. നിൻ്റെ പ്രാർത്ഥനയിൽ കുറേ കംപ്ലയിൻസ്, പെറ്റീഷൻസ്, ആരെക്കുറിച്ചും പരാതി, നാളെക്കുറിച്ചുള്ള ആകുലത, ഇതെനിക്ക് കേൾക്കണ്ട. സാധാരണക്കാർ പ്രാർത്ഥിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ തിരഞ്ഞെടുക്കപ്പെട്ട കുറേ പേരുണ്ട്, അവരിൽ നിന്ന് എനിക്കിതൊന്നും കേൾക്കണ്ട എനിക്ക്. നീ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എൻ്റെ പൊന്നു കർത്താവേ, എന്നെ എന്തിനാണ് വിളിച്ചേക്കുന്നത്, ഞാൻ എന്ത് ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നത്? നീ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചിരുന്നില്ല. യാത്രയുടെ യാമങ്ങളിൽ മലയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ എൻ്റെ അപ്പനോട് ചോദിക്കും, നാളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ അപ്പൻ എനിക്കൊരു ലിസ്റ്റ് ഇട്ട് തരുമായിരുന്നു, ഇന്നത് ചെയ്യ്. ഞാൻ താഴെ ഇറങ്ങി എൻ്റെ ശിഷ്യന്മാരോട് പറയും, തോട് കടന്ന് നമ്മൾ അക്കരെ ചെല്ലും. എന്നിട്ട് തലേദിവസം രാത്രി അപ്പൻ എന്തൊക്കെ പറഞ്ഞു അത് മൊത്തം ചെയ്തു തീർക്കുക. എന്നിട്ട് സ്തോത്രഗീതം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് നന്ദി പറഞ്ഞിട്ട് വീണ്ടും കയറുക. നാളെ വൈകിട്ട് മലയുടെ മുകളിൽ, നാളെ കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യേണ്ടത് കർത്താവിനോട് ചോദിക്കാൻ വേണ്ടി. ഇതുപോലെ നീ എന്തെങ്കിലും എന്തോട് ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ പൊന്നു കർത്താവേ, എന്തിനാണ് എന്നെ വിളിച്ചേക്കുന്നത്, എന്ത് ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നത്? നീ അങ്ങനെയും ചോദിക്കേ. ആ ചോദിക്കുന്ന മൊമെൻ്റ് തൊട്ട് നിന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. ആ ചോദിച്ച മൊമെൻ്റ് വരെ നിന്നെ നയിച്ചത് ഒന്നെങ്കിൽ നിൻ്റെ എന്തെങ്കിലും ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ നിൻ്റെ എന്തെങ്കിലും ലക്ഷ്യമാണ്, ആരുടെയെങ്കിലും ബോധ്യത്തിൽ നീ ഇങ്ങനെ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ നീ ചോദിക്കുന്ന മൊമെൻ്റ് മുതൽ നീ നയിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അത് കഴിഞ്ഞ് നിനക്ക് ലഭിക്കുന്ന സഹനങ്ങളൊക്കെ ഞാൻ അനുവദിക്കുന്നതാണ്. കാരണം അത് കൃപയിൽ നിന്ന് കൃപയിലേക്ക് വളർത്താൻ വേണ്ടിയാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ ഹൈറേഞ്ച് ജനിച്ച് വളർന്നുകൊണ്ട് കർത്താവ് അവിടുത്തെ എക്സാമ്പിൾ വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത്. യേശുവിനോട് ഒരു ദിവസം ചോദിച്ചു, നിന്നെ ഞാൻ കാപ്പിത്തോട്ടത്തിൽ കാപ്പിക്കുരു പറിക്കാനാണ് നിയോഗിക്കുന്നെങ്കിൽ നീ തേയിലത്തോട്ടത്തിൽ നിന്ന് തേയില നുള്ളിയാൽ ശരിയാകുമോ? അല്ലെ ഏലത്തോട്ടത്തിൽ നിന്ന് ഏലം പറിച്ചാൽ ശരിയാകുമോ? ഇല്ല. ഇതെല്ലാം വിളവാണ്. നമുക്കൊക്കെ ഒരു വചനം കേൾക്കുമ്പോൾ തീ പിടിക്കത്തില്ലേ? വിളവധികം വേലക്കാർ ചുരുക്കം, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഇതെല്ലാം വിളവാണ്. ഏത് നിലത്ത് ചെന്ന് ഞാൻ വിളവെടുക്കണം? അത് കർത്താവ് നിയോഗിച്ച നിലത്ത് ഞാൻ ചെന്ന് വിളവെടുക്കണം. അപ്പോഴേ 30 മേനി 60 മേനി 100 മേനി ഞാൻ കൊയ്യത്തുള്ളൂ. ഇനി ഈ കാപ്പിത്തോട്ടത്തിൽ പോയാലും കുരുമുളക് തോട്ടത്തിൽ പോയാലും ഏലത്തോട്ടത്തിൽ പോയാലും തേയിലത്തോട്ടത്തിൽ പോയാലും എനിക്ക് സഹനങ്ങളുണ്ട്. ഇതെല്ലാം ദൈവം അനുവദിക്കുന്നതാണോ? കാപ്പിത്തോട്ടത്തിൽ പോയാൽ അനുവദിക്കുന്ന മാത്രമേ ഉള്ളൂ ദൈവം അനുവദിക്കുന്നത്. ബാക്കിയല്ല എൻ്റെ വിവരമില്ലായ്മ മൂലം, എൻ്റെ ജ്ഞാനക്കുറവ് മൂലം ഞാൻ വരുത്തി വെച്ച കാര്യങ്ങളാണ്. അതെൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയുള്ളതാണ്. അത് ഞാൻ മാറിയേ പറ്റൂ. അതിന് കർത്താവിനെ കൂട്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇങ്ങനെ അനുവദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളിത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒന്ന് പ്രാർത്ഥിച്ച് ഇതിന് ശമനം വരുമ്പോൾ അടുത്തത് വരും. ഇനി അതിന് ശമനം വരുമ്പോൾ അടുത്തത് വരും. ഇനി ഇതെല്ലാം മാറിയിട്ട് വേണ്ട ഇനി കർത്താവിന് വേണ്ടി ജോലി ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ തിരിച്ചറിയാം? ഇത് ഇങ്ങനെ അനുവദിക്കുന്നതാണോ അല്ലെങ്കിൽ ഞാൻ തന്നെ വരുത്തി വയ്ക്കുന്നതാണോ?
പിന്നെ ഈശോ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്നു കുഞ്ഞെ, നീ ഒരു സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മീയമായിട്ട്, മാനസികമായിട്ട്, ശാരീരികമായിട്ട് നീ സഹിക്കേണ്ടി വരുമ്പോൾ മാനസിക സഹനമാണ് ഏറ്റവും ഒരു കൊടൂരമായത്. കാരണം ശരീരത്തിലാണെങ്കിലും കുറേ വേദന നിന്നാൽ മതിയേ, പക്ഷേ ഈ ഒറ്റപ്പെടലൊക്കെ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സഹനം എന്ന് പറയുന്നത്. അല്ലെ, മദർ തെരേസയുടെ ജീവിതത്തിൽ ലോൺലിനെസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പെയിൻ ഇൻ മൈ ലൈഫ് എന്ന് എഴുതിയേക്കുന്നത്. ഒറ്റപ്പെടലാണ് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന. ഒറ്റപ്പെടുക, ആരും ഇല്ലെന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുക. അങ്ങനെ നമ്മൾ സഹിക്കേണ്ടി വരുമ്പോൾ നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ദൈവിക സമാധാനം നിനക്ക് നഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ഞാൻ അനുവദിക്കുന്നതാണ്. കാരണം സമാധാനമാകുന്ന ദൈവം നിൻ്റെ ഹൃദയത്തിൻ്റെ സമാധാനം തകർത്തുകൊണ്ട് നിനക്ക് യാതൊരു സഹനവും തരത്തില്ല. വിശുദ്ധരുടെ ജീവചരിത്രം മൊത്തം എടുത്ത് വായിച്ചാലും അവർ സഹനത്തിൻ്റെ സമയത്ത് അവർ അസ്വസ്ഥപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം അവരുടെ ഹൃദയം മുഴുവൻ ദൈവിക സമാധാനമായിരുന്നു, ക്രിസ്തു തന്ന സമാധാനമായിരുന്നു അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ. അതാർക്കും തകർക്കാൻ പറ്റത്തില്ല. അല്ല, അവസാന ശിഷ്യന്മാർക്കും കൊടുത്തു പോയത് ഇതല്ലേ, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു, ഇത് നിന്നിൽ നിന്ന് ആരും എടുത്ത് കളയത്തില്ല. അതിനുശേഷം നമ്മൾ നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന സഹനങ്ങൾ അത് നമ്മുടെ ഹൃദയം അസ്വസ്ഥപ്പെടുത്തും. ഹൃദയത്തിനൊരു സമാധാനം കാണത്തില്ല, ഭയങ്കര ആകുലത, ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ഹൃദയത്തിൽ ഒരു സമാധാനം നമുക്ക് അനുഭവിക്കാനേ പറ്റത്തില്ല. അത് നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ്. അതായത് കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? എല്ലാവരും പറയുന്നത് ശുശ്രൂഷ ചെയ്ത് എന്താ ഭയങ്കര സംഭവമാണ്, ഭയങ്കര സഹനമാണ്, ഇതാണെന്നൊക്കെ പറയും. ഒന്നുമില്ല, അതൊക്കെ ടേക്കപ്പ് ചെയ്യാനായിട്ട് കർത്താവ് നമുക്ക് കരുത്ത് തന്നോളും. അത് നമുക്ക് കൃപയിൽ നിന്ന് കൃപയിലേക്ക് വളർത്താൻ വേണ്ടിയാണ്. ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു, സഫറിങ് ഒരു പലയൊക്കെ എഴുതിയിട്ടുണ്ട്, സഫറിങ് ഇറ്റ്സ് എ കംഫർട്ട് സോൺ ബിറ്റ്വീൻ യു ആൻഡ് മീ ഓൺലി. അല്ല, പൗലോസിനെ പിടിച്ച് 3 ദിവസം കടലിനകത്തിട്ടു. കടലിലൊരു പൊങ്ങ് തടിക്കകത്ത് ഒഴുകി നടന്നെന്നാണ് പറഞ്ഞത്. 3 ദിവസം ചിന്തിക്കുമ്പോൾ പൊങ്ങ് തടിക്കുക, എന്തുമാത്രം സഹനത്തിലൂടെ പൗലോസ് കടന്നു പോയത്. പക്ഷേ ആ 3 ദിവസം പൗലോസിൻ്റെ കർത്താവ് മാത്രമേ ഉള്ളായിരുന്നു. ഇതുപോലെ നമുക്ക് അനുവദിക്കും. സഹനത്തിൻ്റെ ടൈമിൽ ആരും നമ്മളെ മനസ്സിലാക്കത്തില്ല. ജീവിത പങ്കാളി മനസ്സിലാക്കില്ല, മക്കൾ മനസ്സിലാക്കില്ല, മാതാപിതാക്കൾ മനസ്സിലാക്കില്ല, സഹോദരങ്ങൾ മനസ്സിലാക്കില്ല, ആത്മീയ ഗുരുക്കന്മാർ മനസ്സിലാക്കത്തില്ല, കൂട്ടുകാർ മനസ്സിലാക്കത്തില്ല. ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും. ആ സമയം ഞാനും എൻ്റെ പൊന്നു കർത്താവ് മാത്രമേ ഉള്ളൂ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം എന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ഒരു ഉത്തരവാദിത്തം ചെയ്യാനായിട്ട്, ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ആത്മീയ, ശാരീരിക, മാനസിക കൃപാവരങ്ങൾ ഞാൻ ആ സഹനത്തിൻ്റെ സമയത്ത് വാങ്ങിച്ചെടുക്കണം. അതിനാണ് സഹനം. അവിടെയാണ് സഹനത്തിന് ഉത്തരം വരുന്നത്. അവിടെയാണ് സഹനം. നമ്മളെ കൃപയിൽ നിന്ന് കൃപയിലേക്ക് വളർത്തുന്ന ചവിട്ടുപടിയാണ് സഹനമെന്ന് അവിടെയാണ് വരുന്നത്. സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് ഓരോ സഹനങ്ങളും. എന്ന് വെച്ചാൽ കൃപയിൽ നിന്ന് കൃപയിലേക്ക് നമ്മൾ വളരുമ്പോഴാണല്ലോ സ്വർഗത്തിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മുടെ വിളിയെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം. നമ്മൾ ആ ഇരിക്കുന്ന മൊമെൻറ്റ് തൊട്ട് നമ്മൾ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അത് പയ്യെ നമ്മളെ കൊണ്ടുപോകാൻ തുടങ്ങും, സഹിപ്പിക്കാൻ, പഠിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ട് ഈ വിളി എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം. ഏത് വിളിയാണ് എന്നെ വിളിച്ചേക്കുന്നത്? കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശുശ്രൂഷ ചെയ്യരുത്. കർത്താവ് കാലും മടക്കി നമ്മളെ തൊഴിക്കും. ആ ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചേക്കുന്നതല്ലേ, അതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പല കുടുംബത്തിൻ്റെ ഒത്തിരി വേദനകൾ ഒത്തിരി പേര് പങ്കുവെക്കാറുണ്ട്. കാരണം ഈ ശുശ്രൂഷ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. കുറച്ചൊന്ന് റെഫർ ചെയ്തിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയേ. പക്ഷേ ഈ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ യേശുവിനെ ജീവിക്കുക എന്ന് പറയണതേ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിലായിരിക്കുക, തത്സമയ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക എന്ന് പറയണതേ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജീവിതം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പഠനവും പ്രഘോഷണമൊക്കെ ഭയങ്കര എളുപ്പമാണ്, ശുശ്രൂഷയൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളൊരു സ്നേഹമായി മാറുന്നുണ്ടോ? അതിലാണ് കാര്യം. കാരണം ആ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ സ്നേഹത്താൽ നമ്മൾ നയിക്കപ്പെടണം. ആ സ്നേഹം തിരിച്ചറിയണമെങ്കിൽ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കണം. ഞാനൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മണിക്കൂർ കണക്കിന് പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിൽ ഇരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ എംടെക്കിനൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് സിഡാക്കിലാണ്, ട്രിവാൻഡ്രത്ത്. അന്ന് ഉച്ചകൊണ്ട് ഈ പ്രൊജക്റ്റ് വർക്ക് എല്ലാം തീരും. ഞാനൊരു 6 മാസം ട്രിവാൻഡ്രത്ത് താമസിച്ചിരുന്നു. എന്നിട്ട് അവിടെ ഒരു വഴുതക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ സെൻറ്റ് ജോസഫ് പ്രസ്സൊക്കെ ഉണ്ട്, അവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. അവിടെ കയറി ഇരിക്കും. ഞാൻ മണിക്കൂർ കണക്കിന് ഇരിക്കുകയായിരുന്നു. എന്നിട്ട് 2 മണിക്കൊക്കെ അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ വൈകിട്ട് 5:45 കുർബാനയും കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. കാരണം അത്രയും നേരം ഇങ്ങനെ ഇരുന്ന് കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താ ചെയ്യേണ്ടത്. ശരിക്കും ആ ഇരിപ്പാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒത്തിരി മാറ്റം വരുത്തിയത്. കാരണം നമ്മൾ വേറൊരു ഡയമെൻഷനിലോട്ട് പയ്യെ തിരിയാൻ തുടങ്ങി. നമ്മളൊന്നും അറിയാത്ത ഇടങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ശുശ്രൂഷയൊക്കെ പതുക്കെ ഓപ്പൺ ചെയ്യുന്നു. കാരണം അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒട്ടും സഹനമില്ല എന്നൊന്നും വിചാരിക്കരുത്.
ശരിക്കും മുള്ളിൻ്റെയും കല്ലിൻ്റെയും ഒക്കെ മീതയ ചവിട്ടി നിൽക്കുന്നത്. സഹനത്തിൻ്റെ തീച്ചൂളയിൽ വെന്ത് നീറി തന്നെയാണ് ഓരോ ദിവസം മുമ്പോട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെ വെന്ത് നീറി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും നമുക്കൊക്കെ ഒരു സൂചന തന്ന് അത് കർത്താവ് നമ്മളെങ്ങനെ അങ്ങോട്ട് നയിക്കും. ഒരു വിഷമം ഉണ്ടാകത്തില്ല അതിൽ, ഒരു പരാതിയില്ല, നിശബ്ദനായിട്ടെല്ലാം സഹിക്കാനായിട്ട്. അവിടെയല്ലേ പൗലോസൊക്കെ പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ ഭൂമിയുടെ ചപ്പും ചവറുമാണ്. അല്ലേ, ചപ്പിനും ചവറിന് എന്നാ വിലയുള്ളത്? എന്നാ വിലയുള്ളത്? നമുക്കെന്തെങ്കിലും വില ഉണ്ടെന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് ഈ അഹങ്കാരമൊക്കെ കയറുന്നത്. നമുക്കൊരു വിലയില്ലെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലേ, വെറും ഒരു ഉപകരണം മാത്രമാണ്. ഉപകരണത്തിന് എന്താ റോള്? അല്ലേ, ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ എന്താ പറയണേ, ഇപ്പം കളയൊക്കെ വെട്ടിക്കളയുന്ന അല്ലേ, കളവെട്ടിയില്ലേ, ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് കളവെട്ടിക്ക് എന്താ റോള്? ശരിയല്ലേ, എല്ലാം തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്നാൽ നമ്മളെടുത്ത് നടുക്ക് വയ്ക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ വൃത്തിയാക്കാനായിട്ട് നമ്മൾ ചൂല് യൂസ് ചെയ്യാറുണ്ട്. ഈ ചൂല് വെച്ചിട്ട് നമ്മൾ എല്ലാം മാറ്റിയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ നടുക്ക് ചൂലിനെടുത്ത് വയ്ക്കുമോ? ഇല്ല. വി ആർ ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെൻറ്റ്, ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്, അത്രയേ ഉള്ളൂ. മദർ തെരേസയൊക്കെ പറഞ്ഞ പോലെ, കർത്താവേ ഞാൻ നിൻ്റെ കയ്യിലെ പെൻസിലല്ലേ, അല്ലേ, അതിന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ പെൻസിലിൻ്റെ മുനയൊക്കെ അങ്ങോട്ട് ഇതായി കഴിയുമ്പോഴേ ഷാർപ്പൻ ചെയ്യത്തില്ലേ, എന്നിട്ട് വെട്ടി അങ്ങോട്ട് ഒരുക്കത്തില്ലേ. ഈ വെട്ടിയൊരുക്കലുണ്ടേ നമ്മുടെ ജീവിതത്തിലെ, അല്ലേ. ഒരു ആഞ്ഞിലയൊക്കെ നട്ട് ഈ കർഷകൻ ഇങ്ങനെ അങ്ങ് വളർന്നു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിവിട്ടാൽ മാത്രമേ ഇത് മുകളോട്ട് വളരത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ചില സമയത്തൊക്കെ നമ്മുടെ റിലേഷൻസിനെയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് ഉറക്കളയും. കാരണം ഇതെന്തിനാണെന്നൊക്കെ അന്നൊക്കെ ഭയങ്കര വേദനയായിരിക്കും. പിന്നീട് ഒരു കാലത്താണ് ഇതൊക്കെ നന്മയായിരുന്നു. കാരണം എന്നിൽ നിന്ന് വരാനുള്ള കൃപകൾ, നന്മകൾ ഒഴുകി വരാനായിട്ട് ഈ ശിഖരം ഒരു തടസ്സമാണ്. കർത്താവ് വെട്ടിമാറ്റും, നമ്മളെ വിശുദ്ധീകരിക്കും. ദൈവം എന്താണോ നമ്മളെ വിളിച്ചേക്കുന്നത് അതിലേക്ക് പയ്യെ നമ്മൾ നയിക്കപ്പെടാൻ തുടങ്ങും. അങ്ങനെ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം. അവിടെയാണ് നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായി മാറുന്നത്. അവിടെ നമ്മുടെ എന്താ പ്രസംഗമോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അറിവോ അല്ല സുവിശേഷമായി മാറേണ്ടത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതമാണ് സുവിശേഷമായി മാറേണ്ടത്. ഇത് തന്നെയാണ് പൗലോസിൻ്റെ ലേഖനം മൊത്തം. ആ മനുഷ്യൻ ജീവിച്ചതാണല്ലോ. വിശുദ്ധരുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അവർ ജീവിച്ച ജീവിത ചരിത്രങ്ങളാണല്ലോ നമ്മളെ മാറ്റിമറിക്കുന്നത്. അല്ലാതെ അവരെടുത്ത് എന്തെങ്കിലും പഠനങ്ങൾ നമ്മളെ മാറ്റിമറിക്കുന്നുണ്ടോ? ഇല്ല. ഇനി അവർക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ അറിവുകൾ നമ്മളെ ഇല്ല. അവരുടെ ജീവിതമാണ് മാറ്റിമറിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാനും നിങ്ങളും ജീവിക്കുന്ന സുവിശേഷമായി മാറേണ്ടിയിരിക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. ജീവിതം കൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാം, നമുക്ക് ജീവിക്കാം, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ജീവിക്കാം, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു തുടങ്ങാം. വൈദികരെ, സിസ്റ്റേഴ്സെ, ആത്മായ പ്രേക്ഷിതരെ, എൻ്റെ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ ഒരുമിച്ച് യേശുവിൽ ജീവിക്കുന്ന സുവിശേഷമായി മാറാൻ വേണ്ടി നമുക്ക് യത്നിക്കാം. അതിന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വിളി നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. കാരണം ഒന്നും പ്രതീക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകരുത്. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് പോകരുത്. ഒന്നും പ്രതീക്ഷിക്കരുത്. അത് കിട്ടും, ഇത് കിട്ടും, നീ പ്രതീക്ഷിക്കരുത്. പിന്നെ നിനക്കൊരു ഫുൾ ടൈം വിളിയാണോ? നീ എവിടെ ചെന്ന് ഒളിച്ചിട്ടും കാര്യമില്ല. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്ന് നീ ഒളിച്ചാലും അവിടുന്ന് നിന്നെ കർത്താവ് ഈ ചൂണ്ടയൊക്കെ ഇങ്ങനെ പൊക്കിയെടുക്കുന്ന പോലെ, മീനിനെയൊക്കെ പൊക്കിയെടുക്കുന്ന പോലെ കർത്താവ് നിന്നെ പൊക്കും അവിടുന്ന്. ഇനി കുടുംബത്തിൻ്റെ നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറി നീ ശുശ്രൂഷ ജീവിതം തിരഞ്ഞെടുത്താലും ശരിയാവില്ല. ഒരു സാറ്റിസ്ഫൈഡ് സ്പിരിച്വൽ ലൈഫ് നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് വിളി തിരിച്ചറിയാം. എൻ്റെ പൊന്നു കർത്താവേ, നീ എന്തിനാ എന്നെ വിളിച്ചേക്കുന്നത്? നീ ഒന്ന് പറഞ്ഞതാ. എന്നെ എന്തിനാ ഈ ഭൂമിയിലേക്ക് നീ ജനിപ്പിച്ചിട്ടത്? എന്നെ എന്തിനാ നീ ഇങ്ങനെ കൊണ്ടു നടത്തുന്നത്? എനിക്കെന്തിനാ ഈ അനുഗ്രഹങ്ങളൊക്കെ നീ തന്നത്? എൻ്റെ പൊന്നു കർത്താവേ, എനിക്കെന്തിനാ ഈ നല്ലൊരു കുടുംബത്തിൽ നീ ചേർത്ത് തന്നത്? എന്നെ എന്തിനാണ് ഈ സഭയിൽ നീ മാമോദിസ സ്വീകരിപ്പിച്ച് ഈ സഭയിലെ ഒരു അംഗമാക്കി തീർത്തത്? ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ പൊന്നു കർത്താവേ? ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യാനാണ് എന്നെ ഇങ്ങനെ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്നെ എന്ത് ചെയ്യാനാണ് എന്നെ ആ ഒരു കമ്പനിയിൽ ഒരു ജോലി എന്നൊരു ഫാക്റ്റിൽ എന്നെ നീ അവിടെ ഇരുത്തിയിട്ടുണ്ടല്ലോ? ആർക്ക് വേണ്ടി എൻ്റെ പൊന്നു കർത്താവേ? എന്തിനു വേണ്ടിയാണ്? നീ ഒന്ന് പറഞ്ഞു തരണേ. എൻ്റെ പൊന്നു കർത്താവേ, ഞങ്ങളെ പല യാത്രയിലും നീ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഓരോ യാത്രകളും എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? നീ ഒന്ന് പറഞ്ഞു തരണമേ.
എൻ്റെ പൊന്നു കർത്താവേ, നീ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വഴിയിലൂടെ നടക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളായി മറ്റുള്ളവർക്ക് സുവിശേഷമായി മാറാൻ വേണ്ടി എൻ്റെ പൊന്നു കർത്താവേ, നീ ഞങ്ങൾക്ക് കൃപ തരണമേ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, നീ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.